ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രയർ റൂം. പിന്നെ ഫ്ലോറ് കാർപ്പറ്റാണ്. വീട് പണി പൂർത്തിയായിട്ടില്ല. തൽക്കാലം ഞങ്ങൾ വീടിരുന്നതാണ്. പിന്നെ ഒരു 10-30 പവൻ്റെ ക്യാഷ് എനിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അത് തരാനുള്ളവർ തരാത്തത് കാരണം വീട് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പഴയ വീട് പൊളിച്ചത് കാരണം അതിൽ നിൽക്കാനും വയ്യ. പകുതി പൊളിച്ചിരുന്നു. അപ്പോൾ അതിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീട് കൂടിയിരുന്നു. വീട് ഇരുന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞു. 2024 മാർച്ച് 10-നാണ് ഞങ്ങൾ വീടിരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ആളുകളെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് പ്രയർ റൂം. അപ്പോൾ ഈ റൂം ഇപ്പോൾ ആകെ ഡിസോർഡറായി കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ പൊടിൻ്റെ അലർജി ഉള്ളത് കാരണം എപ്പോഴെപ്പോഴും വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർ ആവശ്യം കഴിഞ്ഞാൽ ഓരോരുത്തർ സാധനങ്ങൾ അവിടെയും ഇവിടെയും കൊടുന്നേക്കും. കുറച്ച് കഴിഞ്ഞാൽ ഞാനത് ക്ലീൻ ചെയ്യും. പിന്നെയും ഡിസോർഡറാവും. പിന്നെയും ഞാൻ ഓർഡറാക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ റൂമിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. അവിടെ താഴെ ഒരു പ്രിൻ്റർ കിടപ്പുണ്ട്. പിന്നെ ബാംഗിൾസൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് അവിടെ ഉണ്ട്. അപ്പുറത്തൊരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിൽ വെട്ട് കഷ്ണങ്ങളാണ്. പിന്നെ ഒരു മെഷീനുണ്ട്, ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഒരു മെഷീന്. പിന്നെ ഇവിടെ ഒരു പെട്ടിയുണ്ട്, മുസല്ലുണ്ട്, അതുപോലെ പായുണ്ട്, കുഷ്യനുണ്ട്, പിന്നെ ബാഗുണ്ട്. ഇതാണ് ഹൈഡ്രാ ഫേഷ്യൽ മെഷീന്. ഇതിന് ഏകദേശം ഒരു 18,000 രൂപ വില വരുന്നുണ്ട്. ഞാനൊരു 2-3 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഉപയോഗിച്ചില്ല. ഇത് ഞാൻ പകുതി വില, ഒരു 10,000 രൂപ കിട്ടിയാൽ ഇത് കൊടുക്കും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഖുർആനുണ്ട്, ഡിക്ഷണറി ഉണ്ട്, പിന്നെ പേപ്പർ, സുപ്രഭാതം പേപ്പർ ഈ മാസം വീണ്ടും വരുത്തിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ പെട്ടിയിലെന്താ പായുണ്ട്, മുസല്ലുണ്ട്, പില്ലോ ഉണ്ട്. പിന്നെ അതിലെന്താ റാപ്പ്, കുറച്ച് ഐറ്റംസൊക്കെ ആ പെട്ടികളിലുണ്ട്. അപ്പോൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, വാർഡ്രോബ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ഇത് നാളത്തെ പണിയാണ്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി ഇത് നാളെ ഇതെല്ലാം വലിച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ വാർഡ്രോബ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വീട് പണി പൂർത്തീകരിക്കാത്തത് കാരണം ഫർണിച്ചറൊന്നും നമ്മൾ കാര്യമായിട്ട് ഇറക്കിയിട്ടില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് കിട്ടിയ വേസ്റ്റാണ് ഇത്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി അതിൽ ആവശ്യം വരുന്നത് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ക്ലീനാക്കി ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ വെച്ചത്, ഇത് ഞാൻ പറഞ്ഞല്ലോ, സ്മാർട്ട് എജ്യുഗാലറി ട്യൂഷൻ ഹബ്ബ് ഞാൻ ഒരു 2 വർഷത്തോളം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഐഷ മെഹക്ക്. കൊണ്ടോട്ടിയാണ് വീട്. അവരുടെ ഫോൺ നമ്പർ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രോഫിയാണ്. ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം. എന്നിട്ട് ഇത് വന്ന് കൊണ്ടുപോകണം. പിന്നെ ഡയറി, പിന്നെ എനിക്ക് ഒരു 2 സ്റ്റുഡൻറ്റ് തന്ന ഗിഫ്റ്റാണ് ഈ ഒരു ഫ്ലവർ പോട്ടും ആ ഒരു ലാമ്പും. പിന്നെ ഇത് മൂത്തച്ഛൻ കൊണ്ടുവന്ന ഒരു ലാമ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ കുറേ എമർജൻസി ഇവിടെ ഉണ്ട്. പിന്നെ കേടുവന്നത് നമുക്കൊരു ഉപകാരമില്ല, ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും കരവിരുതുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ
എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. പിന്നെ ഗ്ലൂ ഗണ്ണ് ഇത് പിന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു രാസനാദി ചൂർണം. പിന്നെ എൻ്റെ ലാപ്ടോപ്പാണ് ഡെല്ല്. ഞാൻ 2019 ആദ്യമായിട്ട് മേടിച്ച എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് മേടിച്ച ഒരു ലാപ്ടോപ്പാണ്. ഏകദേശം 48,000 രൂപ വില ഉണ്ട് ഇതിന്. ഇതിൻ്റെ കീബോർഡ് സെപ്പറേറ്റ് മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് ലാപ്ടോപ്പ്. ഇതിൻ്റെ ചാർജർ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്, അപ്പോൾ യൂസ് ചെയ്യാറില്ല. പിന്നെ പുതിയൊരു ചാർജർ മേടിക്കണം. പിന്നെ ഇത് മുസല്ല. ഇതിന് ഡൽഹിയിൽ നിന്ന് വന്ന മുസല്ല ഉണ്ട്, മക്കത്തു നിന്ന് വന്ന മുസല്ല ഉണ്ട്. അപ്പോൾ കുറേ മുസല്ല ഞാൻ പലർക്കും കൊടുത്തു. അപ്പോൾ മുസല്ല വാങ്ങാൻ തീരെ ക്യാഷ് ഇല്ലാത്തവരുണ്ടാവും, മുസല്ല തീരെ ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് മുസല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി, ഞാനിതിൽ നിന്ന് എടുത്ത് തരും. പിന്നെ എൻ്റെ ഫയൽ ഇതിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ക്ലയൻസിൻ്റെ ഡാറ്റ ഷീറ്റാണ് ഈ കാണുന്നത് മുഴുവൻ. ഓരോ സ്കെയിലൊക്കെ ഉണ്ട് ഇതിൽ. സെൽഫ് എസ്റ്റീം, ക്വാളിറ്റി, ലൈഫ്, അതിൻ്റെ സ്കെയിലൊക്കെ ഇതിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബോക്സ് ഞാൻ ഇവിടെ വെച്ചു. അതിന് നാളെ റാക്കിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ തൽക്കാലം അവിടെ വെക്കട്ടെ. പിന്നെ മെഡിക്കൽ കിറ്റ് അതിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വീടിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു വാർഡ്രോബിൻ്റെ റേറ്റ് പറഞ്ഞത് 2000 ആണ്. 2000 അല്ല, അതിൻ്റെ റേറ്റ് ഇവിടെ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെ ഉണ്ട് 1149 രൂപയാണ് കേട്ടോ. സോറി. അപ്പോൾ ഏകദേശം ഒരു 10 വർഷം ഞാനിത് ഉപയോഗിച്ചു. അപ്പോൾ കളയേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോസുമായിട്ട് ഞാൻ നാളെ വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.